ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോഴത്തേക്ക് നമ്മുടെ ജസ്ന സലീം ചേച്ചിയുടെ കലാപരിപാടിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതേ ചൊല്ലിയുള്ള വിവാദങ്ങളെല്ലാം ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ആ കാര്യം ഞാൻ ഓർത്തപ്പോഴത്തേക്ക് മറ്റ് യൂട്യൂബേഴ്സിനെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് മാത്രമാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്തത്. അധികം നമ്മൾ കയറി ജസ്നേത്താനെ കയറി ചൊറിയല്ലേ. കാരണം വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് ലൈവിൽ വന്ന് കരഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്വഭാവമുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഏറി നിൽക്കുന്ന സമയത്ത് കരഞ്ഞ് ലൈവിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഒരു 3-4 ദിവസത്തിന് ശേഷം പുള്ളിക്കാരി തിരിച്ച് വരികയും ചെയ്യും. ഒരുമാതിരി WWE അണ്ടർ ട്രാക്കറിനെ പോലെയാണ് പുള്ളിക്കാരിയുടെ കാര്യം. ഇടയ്ക്ക് പുള്ളിക്കാരി പോയി മരിക്കും, അത് കഴിയുമ്പോൾ തിരിച്ച് വരും. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. ഇനി എങ്ങാനും പുള്ളിക്കാരി തമാശയ്ക്ക് ഒപ്പിക്കുന്ന ആ ആത്മഹത്യാ നാടകത്തിനിടയ്ക്ക് വല്ല തട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനകത്ത് കൊണ്ടുവരും. അതേപോലെ തന്നെ കല്യാണം കഴിക്കാത്തവർ ചേച്ചിയോട്ട് അധികം മുട്ടാൻ നിൽക്കല്. നമുക്ക് കല്യാണം കഴിക്കാതെ തന്നെ ഗർഭം ഉണ്ടാക്കി തരും. നമ്മളെ ചിലപ്പോൾ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ ആക്കി മാറ്റുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ചേച്ചിയായിട്ട് കളിക്കുക.